അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് പുള്ളി എപ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി, അതായത് ഈ മാധ്യമങ്ങളെയൊക്കെ മേടിച്ചതിന് ശേഷമാണ് ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്ന ആൾ തൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ പുള്ളി ഒരിക്കലും ഒരു ഗ്രാസ് റൂട്ട് വർക്കറല്ല, പൊളിറ്റിക്കൽ വർക്കറല്ല. അപ്പോൾ പുള്ളിക്ക് പറ്റുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചേർന്നിട്ട് ഒരു രാജ്യസഭാ MP എന്ന് പറയുന്ന ഒരു സ്ഥാനം നേടിയെടുക്കലാണ്. അതിന് പുള്ളിയുടെ ഉള്ളത് പൈസയാണ്. അപ്പോൾ അങ്ങനെ പുള്ളി ഈ തൻ്റെ പൈസയൊക്കെ ഉപയോഗിച്ച് കർണാടകയിലെ JDS അല്ലെ BJP അതുപോലുള്ള MLAകളുടെയൊക്കെ അവരെയൊക്കെ ബൈ ഔട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ആ സമയത്തെ വലിയൊരു ആരോപണം. അങ്ങനെ ബൈ ഔട്ട് ചെയ്തിട്ട് അതിലൂടെയാണ് ഈ രാജ്യസഭാ MP സ്ഥാനം പുള്ളി നേടിയെടുത്തു. അങ്ങനെ നേടിയെടുത്തു എന്ന് പിന്നീട് JDSൻ്റെ നേതാവും പിൽക്കാലത്ത് കർണാടക മുഖ്യമന്ത്രി വരെയായ HD കുമാരസ്വാമി ഇത് വെളിവാക്കിയിട്ടുള്ളതാണ്. പബ്ലിക്കായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ചലഞ്ച് ചെയ്തു, നിങ്ങളങ്ങനെ പൈസ കൊടുത്തല്ലേ ഈ സീറ്റ് ഒപ്പിച്ചതെന്നൊക്കെ. അതൊക്കെ വളരെ എല്ലാവരും എന്താ പറയുക, വിസ്മൃതിയിലേക്ക് പോയ കാര്യങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു ഏരിയയാണ് ലാൻഡ് സ്കാംസ്. KIADB എന്ന് പറഞ്ഞൊരു ലാൻഡ് സ്കാം ഉണ്ട്. അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് പ്രോപ്പർട്ടി, ഇൻഡസ്ട്രി ലാൻഡ് ഉണ്ടാക്കണമെന്ന വ്യാജേന ഗവൺമെൻറ് പ്രോപ്പർട്ടി ഏറ്റെടുത്തിട്ട് അതായത് കർഷകരുടെ കയ്യിൽ നിന്ന് വളരെ ചുരുങ്ങിയ തുകയിൽ ഏറ്റെടുത്ത ഭൂമി അവസാനം കുറേ നാൾ ഒരു ഇൻഡസ്ട്രിയും ഉണ്ടാക്കാതെ അവസാനം മാരുതിക്കും ജിൻഡാൽ ഗ്രൂപ്പിനും വളരെ ഉയർന്ന തുകയിൽ വിറ്റു ആ പ്രോപ്പർട്ടി. ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ ലാഭമാണ് ഈ ലാൻഡ് ഡീലിൽ നേടിയെടുത്തത്. അത് ഒരു സ്കാമാണ്. അതിൻ്റെ കേസുകൾ നടക്കുന്നുണ്ട്. പിന്നീട് 2017 ഒരു വാർത്ത വന്നു. അത് ഒരു KMF ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടതായിരുന്നു. KMF എന്ന് പറഞ്ഞാൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ. അവർക്ക് 1998 സർക്കാർ 2 സർവേ നമ്പറിൽ കൊടുത്ത ഭൂമി, അത് കുറമംഗലമായിരുന്നു. കുറമംഗല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോഷ് കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. അതിനുശേഷം അവരതൊരു ഏതാണ്ട് ഒരു 30 വർഷത്തേക്ക് ലീസിന് കൊടുക്കുകയാണ് ചെയ്തത്. 2008 തോന്നുന്നു PVK കുറമംഗല ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അത് ലീസിന് കൊടുക്കുന്നു. ഈ PVK കുറമംഗല എന്ന് പറയുന്ന കമ്പനി ജൂപ്പിറ്റർ ക്യാപിറ്റൽസിൻ്റെ ഒരു സബ്സിഡറിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡീല് നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു MP ആണ്.